എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജൂൺ 2025 മൂലം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Two of Cups, King of Cups, Four of Pentacles, Sun, the World, Two of Pentacles energy connection. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യം തന്നെ Two of Cups and World കാർഡ് എനർജി കണക്ഷൻസ് ആണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഇത് പലതിൻ്റെയും പര്യവസാനമാണ്, പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ. ഈ ബന്ധങ്ങളിൽ എന്ന് പറയുമ്പോൾ വിവാഹം അല്ലെങ്കിൽ എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതായത് അത് പറയുമ്പോൾ ശ്രദ്ധിക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ച് പ്രണയത്തിലായിട്ടുള്ള അതൊരു ആ ഒരു പ്രണയം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ വളരെ ടോക്സിക് അബ്യൂസീവ് ആയിട്ടുള്ള ബന്ധത്തിലൊക്കെ തുടരുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ഈ ഒരു ബന്ധം അവസാനിപ്പിക്കണം എന്നൊരു ചിന്തയിലായിരിക്കാം. പക്ഷേ സമൂഹം, വീട്ടുകാർ, പലരുടെയും ഉണ്ടല്ലോ, എല്ലാവരുടെയും ജീവിതത്തിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നവരൊക്കെ ഓർത്ത്, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും കുട്ടികളെ ഓർത്തിട്ടാവാം ചില ആളുകൾ ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ച് ഇതൊരു പര്യാവസാനത്തിൻ്റെ സമയമാണ്. നിങ്ങൾ ബന്ധം വേർപെടുത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. കാരണം ഒരു ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്നു, പക്ഷെ ആ വ്യക്തിയോട് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ ജീവിക്കുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ നരകമാണ് അനുഭവിക്കുന്നത്. ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറുമ്പോൾ ആ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് ജോലിയായിട്ടോ ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അതിനൊരു കോൺഫിഡൻസും അതിനെ തുടങ്ങാനുള്ള ഒരു ധൈര്യവും മാത്രം മതി. നിങ്ങൾക്കതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. മറ്റൊരാളെ ആശ്രയിച്ചിട്ടുള്ള ഒരു ജീവിതം, അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒരു ഷെയറിങ് എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ വ്യക്തി നിങ്ങളെ തോന്നിപ്പിക്കുന്നു. അതായത് ഞാനില്ലെങ്കിൽ നിനക്കൊന്നും അല്ല, അല്ലെങ്കിൽ നിനക്ക് 4 നേരം ഭക്ഷണം തരുന്നത് ഞാനാണ്, അല്ലെങ്കിൽ 2 നേരം ഭക്ഷണം തരുന്നത് എന്നുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരുന്ന ബന്ധത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ഒരു സിറ്റുവേഷനാണ് പറയാനുള്ളത്. പിന്നെ പലരെ സംബന്ധിച്ച് ഇതൊരു വിവാഹബന്ധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണമെന്നില്ല. പാരൻസ് തമ്മിലുള്ളതായിരിക്കും. നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഉള്ളവരായിരിക്കാം, ചിലപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ കൂടെ നിൽക്കുന്നവരായിരിക്കാം, വിവാഹിതരല്ലാത്തവരായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടിട്ടും നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കും, ഞാനാണ് ചിലവിന് തരുന്നത്, അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള എനർജിയിൽ നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. ഒരു ജോലി കാര്യങ്ങളൊക്കെ ചില ആളുകൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ ജോലി ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു വീട്ടിൽ നിന്ന് മാറുന്ന ഒരു സിറ്റുവേഷനുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങളും സ്വന്തമായിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു എനർജി. ആ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ച് ലൈഫിൽ സൂചിപ്പിക്കുന്നത്. ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ അതാണ് ഇവിടെ കാണിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് യാത്രകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലരും പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ ഒന്ന് പഴയ ജീവിതം അവസാനിച്ച് പുതിയ ജീവിതത്തിലേക്ക് പോകുന്നതാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ജീവിതത്തിൽ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, പക്ഷെ നിങ്ങളുടെ രീതികൾ മാറണം. അതായത് നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചതെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, യാത്രകൾ. ചില ആളുകൾ ഇന്നുവരെ തനിയെ പുറത്ത് പോലും പോകാത്തവർ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു സോളോ ട്രിപ്പ് യാത്രകളൊക്കെ പോകുന്നുണ്ട്, സുഹൃത്തുക്കളോടൊപ്പം യാത്രകൾ പോകുന്നുണ്ട്. ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ചെയ്യാൻ കഴിയാത്തവരെ സംബന്ധിച്ച് ആ ഒരു എനർജിയാണ്. ട്രാവൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ ഒരു മാസം. അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ അപ്രതീക്ഷിതമാണെങ്കിൽ പോലും യാത്രകൾ ഗുണമുണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് സൺ എനർജിയാണ്. പ്രൊഫഷണലി വളരെ ഉയർന്ന സ്ഥാനത്തേക്ക് പോകാനുള്ള അവസരം ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ ഒരു മാനേജറൽ ഹയർ പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഒത്തിരി നേട്ടങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ
നിങ്ങളിപ്പോൾ ബിസിനസ് ഈവൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നിങ്ങൾ അളക്കാതിരിക്കുക. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാസം നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ മാറ്റം വരുത്തുന്നുണ്ട് എന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഹോട്ടൽ രംഗത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു പഴയ രീതിയിൽ തന്നെ കാലാകാലങ്ങളായിട്ട് ചിലപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടുവരണം, വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും. ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്തു, ഇതുവരെ ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പല മാറ്റങ്ങളും ലോകത്തിൽ എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആളുകൾ പുതുമ ആഗ്രഹിക്കുന്നുണ്ടാവും. ഭക്ഷണത്തിൽ പലപ്പോഴും ഇഷ്ടഭക്ഷണം എന്നുള്ള രീതിയിൽ പഴയ ആ ഭക്ഷണത്തിൽ വലിയ മാറ്റം വരുത്തുന്നില്ലെങ്കിലും ഒന്നോ രണ്ടോ വ്യത്യസ്തങ്ങളായിട്ടുള്ളത് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആംബിയൻസ്, ഹോട്ടലിൻ്റെ ആംബിയൻസ് ഒന്ന് മൂടി പിടിപ്പിക്കുന്നു, ആ പഴഞ്ചൻ ഇതിൽ നിന്ന് മാറി പുതുമയിലേക്ക് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആത്മവിശ്വാസം കൂടുതലുള്ളൊരു സമയമാണ് പൊതുവേ. ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നവരെ സംബന്ധിച്ച്, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ജോലി സാധ്യത, ഇൻ്റർവ്യൂ പാസ്സാവാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം കളി ചിരികൾ, അതായത് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ, അതായത് സൗഹൃദത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ കൂട്ടുകാരും ഒന്നിച്ചുള്ള യാത്രകൾ, സൗഹൃദം, കളിച്ചിരികൾ, സ്പോർട്സ്, ആർട്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ്. പഠിത്തത്തിൽ നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ തുടർന്നു കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ തീരെ വിദ്യാഭ്യാസത്തിൽ പഠിക്കാൻ താല്പര്യമില്ല, സ്പോർട്സിലും ആർട്സിലും താല്പര്യമുള്ളവരാണെങ്കിൽ അവർ പഠിത്തത്തിലൊന്ന് ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ സ്പോർട്സിലും ആർട്സിലേക്കൊക്കെ പോകുന്നവരും പഠിത്തം തീരെ അവഗണിക്കാതിരിക്കുക. പരീക്ഷ വിജയിച്ചേ പറ്റൂ, സ്പോർട്സും ആർട്സും മാത്രമല്ല കാര്യം എന്നുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട്, അതായത് വരുമാനം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം, അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. ഫിനാൻസ് പോലെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ബിസിനസ് തുടങ്ങുന്നത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് വിദ്യാഭ്യാസം തുടർന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സമയത്ത് അതൊരു വളരെ നല്ല കാര്യമാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ വിദ്യാഭ്യാസം തുടരാനും ഇതോടൊപ്പം ശ്രദ്ധിക്കുക. കാരണം ചില ആളുകൾ കുറച്ച് കയ്യിൽ, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ നിൽക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് അങ്ങനെ വലിയൊരു ധാരണയില്ലാത്തവരാണെങ്കിൽ, അതായത് ഒരു ഉൾക്കാഴ്ചയോ അല്ലെങ്കിൽ എന്താ പറയുക, ദൂരക്കാഴ്ച അല്ലെങ്കിൽ ദൂരത്തേക്ക് നോക്കി കാണാനുള്ള കഴിവില്ലാത്തവരാണെങ്കിൽ ഇവിടെ വെച്ച് ചിലപ്പോൾ പഠിത്തം നിർത്താം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, പഠിത്തം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, സാമ്പത്തികം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ. അതേപോലെ 4 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് വേൾഡ് കാർഡ് എനർജിയാണ്. ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അമിത ചെലവ് വരാനല്ല അമിതമായിട്ട് ചിലവാക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് ആഡംബര കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചിലവാക്കുന്നുണ്ട്. പിന്നെ യാത്രകളിലൂടെ കുറച്ച് അധികം സാമ്പത്തികം ചിലവാകുന്നു. അത് മെയിനായിട്ട് യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ, വലിയ രീതിയിൽ ചിലവാക്കാതെ. പിന്നെ ഈ പറഞ്ഞ പോലെ യാത്രകൾ പോകുമ്പോൾ എല്ലാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടി പുതിയ ഡ്രസ്സ്, ആഭരണങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലെ കാര്യങ്ങൾ, ആർഭാടം ഒഴിവാക്കുക, വലിയ ആർഭാടം ഒഴിവാക്കുക. അതുപോലെയുള്ള കാര്യങ്ങൾ, ഡ്രസ്സൊക്കെ പ്രത്യേകിച്ച് ഉപയോഗിച്ച ഡ്രസ്സ് തന്നെ പിന്നീട് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഒരേ സ്ഥലത്ത് അങ്ങനെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക. അതല്ലാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കാനുള്ളൊരാഗ്രഹം കൂടുതലായിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ട് ഷോപ്പിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വെറുതെ ഷോപ്പിൽ കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു മാസം അത് ചെയ്യാതിരിക്കാം. കയറിയാൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ നിങ്ങൾ പുറത്തിറങ്ങൂ. അപ്പോൾ ഒരു 10 രൂപയ്ക്കാണെങ്കിലും ദിവസവും ഇങ്ങനെ പോയിട്ട് വാങ്ങിക്കുമ്പോൾ കയ്യിൽ നിന്ന് പൈസ ചിലവാകുന്നതിൻ്റെ ഇതറിയില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പ്രായമായിട്ടുള്ളവർ, റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന വീട്ടമ്മമാർ, ഒറ്റയ്ക്ക് നിൽക്കുന്നവരെയൊക്കെ സംബന്ധിച്ച്
കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് നിങ്ങൾക്ക് മറ്റ് പൊതുവിൽ സമൂഹമായിട്ട് അധികം ബന്ധമില്ലാതെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങളുടെ ലോകത്തിൽ നിൽക്കുന്നവർക്ക് കൂടുതലും സമൂഹത്തിലേക്ക് ഇറങ്ങി ചില ആളുകളോട് സംസാരിക്കാൻ, ആക്റ്റീവായിട്ടിരിക്കാൻ, യാത്രകളും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു അവസരവും ഈ ഒരു മാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.